തിരുവനന്തപുരത്ത് 2 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പോലീസ്. കുട്ടിയെ കണ്ടുകിട്ടിയ ഓടയുടെ സമീപമുള്ള റെസിഡൻസ് കോളനിയുടെ സിസിടിവിയിൽ നിന്ന് നിർണായക ദൃശ്യങ്ങൾ ലഭിച്ചതായി പോലീസ് പറയുന്നു. അതേസമയം കുട്ടി തനിയെ എഴുന്നേറ്റ് ഓടയ്ക്ക് സമീപം വരാനുള്ള സാധ്യതകളും പോലീസ് തള്ളിക്കളയുന്നില്ല. കുട്ടിയും കുടുംബവും സ്ഥിരം കുളിക്കാനായി എത്തുന്ന കുളത്തിന് സമീപമുള്ള ഓടയിൽ നിന്നുമാണ് ഇന്നലെ കുട്ടിയെ കണ്ടെത്തിയത്. ഈ സാഹചര്യത്തിൽ കുട്ടി എഴുന്നേറ്റ് വരാനുള്ള സാധ്യത തള്ളിക്കളയുന്നില്ല എന്നാണ് DCP നിതിൻ രാജിന്റെ പ്രതികരണം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആരൊക്കെ വന്നു പോയിട്ടുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള വിശദമായ ഒരു എൻക്വയറി നടത്തേണ്ടതുണ്ട്. പക്ഷേ ഈ കുട്ടിക്ക് വന്നു പോകാൻ പറ്റുന്ന ഒരു സാഹചര്യവും ഇവിടേക്കുണ്ട്. ഈ സ്ഥലത്തേക്ക് ഇവർ നിരന്തരമായിട്ട് നടന്നു പോകുന്നതാണ്. ഈ ഭാഗങ്ങളിലൊക്കെ ഈ കുട്ടികൾ തന്നെ പറയുന്നത് ഈ സ്ഥലത്തേക്ക് ഇവർ നടന്നു പോകാറുണ്ട് എന്നുള്ളൊരു ഭാഗം കൂടി അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏതർ ഓഫ് ദാറ്റ് നമുക്കത് വെരിഫൈ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. നേരത്തെ ലഭിച്ച CCTV ദൃശ്യം കുട്ടിയുമായി പോകുന്നതല്ല. നിലവിൽ സമീപത്തുള്ള അറപ്പുര റെസിഡൻസ് അസോസിയേഷന്റെ CCTVയിലെ ദൃശ്യങ്ങൾ ശേഖരിച്ചിട്ടുണ്ട്. കുട്ടിയെ ഓടയ്ക്ക് സമീപത്തേക്ക് കൊണ്ടുവച്ചിട്ട് പോകാനുള്ള സാധ്യതയും പോലീസ് തള്ളിക്കളയുന്നില്ല. ആ ഒരു സ്പോട്ടിലേക്ക് കുട്ടി എത്തിയിരിക്കുന്നത് ഒരു സംശയകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ തന്നെയാണ്. ആ ഒരു ഭാഗത്തേക്ക് കുട്ടി കണ്ടിട്ടില്ല. അത് ഒരു വേഴ്സ് പ്രോബബിലിറ്റിയിൽ സ്വയമേവ വരാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല. റെയിൽവേ ട്രാക്കിന്റെ പരിസരം മാലിന്യങ്ങൾ ഉപേക്ഷിക്കുന്ന മേഖലയായതുകൊണ്ട് തന്നെ ഫോറൻസിക് തെളിവുകൾ ശേഖരിക്കുന്നതിന് പരിമിതിയുണ്ട്. മുതിർന്ന കുട്ടി നൽകിയ മൊഴിയിൽ പറയുന്ന മഞ്ഞ നിറത്തിലുള്ള സ്കൂട്ടറിനെ കുറിച്ചുള്ള അന്വേഷണവും പുരോഗമിക്കുന്നു. ജനം, തിരുവനന്തപുരം.